നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറത്ത് കോവിഡ് ഭേദമായി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾ മരിച്ചു. മറ്റു രോഗങ്ങളാണ് മരണകാരണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് രോഗവ്യാപന തോതനുസരിച്ച് കേരളത്തെ 4 മേഖലകളാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ മാർഗരേഖ. റെഡ് സോൺ ജില്ലകളിൽ മെയ് 3 വരെ കർശന നിയന്ത്രണങ്ങൾ തുടരും. കോവിഡ് പ്രതിരോധത്തിനുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. അവശ്യവസ്തുക്കൾ എത്തിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 480ആയി. മറ്റു രോഗികൾക്കും വേണ്ടത്ര ശ്രദ്ധ നൽകണമെന്ന് ആശുപത്രികൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലോകം നേരിടാൻ പോകുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ. കോവിഡ് പ്രതിരോധത്തിന് 38 ദശലക്ഷം $US പാക്കേജ് നടപ്പിലാക്കുമെന്ന് ആന്റോണിയോ ഗുട്ടറസ്. ലോകത്താകമാനം കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. 22.5 ലക്ഷത്തിലധികം രോഗബാധിതർ. ഏറ്റവും കൂടുതൽ മരണം US-ൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് രോഗം ഭേദമായി ആശുപത്രിയിൽ നിരീക്ഷണത്തിലിരുന്നയാൾ മരിച്ചു. മലപ്പുറം കീഴാറ്റൂർ സ്വദേശി ബീരാൻകുട്ടിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും സുരേഷ് ബാബു. ഏപ്രിൽ 3-നാണ് മരണപ്പെട്ട വീരാൻകുട്ടിയെ കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം നടത്തിയ പരിശോധനകളിൽ ഇദ്ദേഹം കോവിഡ് നെഗറ്റീവായിരുന്നു. ഉംറ കഴിഞ്ഞെത്തിയ മകനിൽ നിന്നാണ് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചതെന്ന് സംശയിക്കുന്നു. അതേസമയം മകന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും വൃക്ക ഹൃദ്രോഗങ്ങളും ഇദ്ദേഹത്തെ അലട്ടിയിരുന്നതായി ഡോക്ടർമാർ പറയുന്നു. ഏപ്രിൽ 17 നടത്തിയ പരിശോധനയിൽ രോഗിക്ക് സെപ്റ്റിസീമിയ, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം രോഗങ്ങൾ ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് മരുന്നുകളോട് പ്രതികരിക്കാതെ മരണം സംഭവിക്കുകയായിരുന്നു. വീരാൻകുട്ടിയുടെ മരണകാരണം കോവിഡ് അല്ലെന്ന് ആരോഗ്യവകുപ്പും മഞ്ചേരി മെഡിക്കൽ കോളേജും വ്യക്തമാക്കി. അതിനിടെ മലപ്പുറം ജില്ലയിൽ കോവിഡ് നിരീക്ഷണത്തിൽ വരുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ കുറവുണ്ടായി. 8 രോഗികളാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് നിന്നും സുരേഷ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ചികിത്സയിലായിരുന്ന ബീരാൻകുട്ടി മരിച്ചത് മറ്റു രോഗങ്ങൾ മൂലമാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദ്ദേഹം കുറേ കാലമായിട്ട് ഇങ്ങനെ പലതരം രോഗങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ COPD ഉണ്ടായിരുന്നു. ഒരു വളരെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറേ കാലമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം MES ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇത്തരത്തിലുള്ള COPD ഉള്ളതെല്ലാം നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുമ്പം കോവിഡ് പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പേഷ്യൻസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് നല്ല ചികിത്സ കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ടീമടക്കം അവിടെ പോയിട്ടാണ് അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തത്. കാരണം അദ്ദേഹം ഏജിൻ്റെ കാരണങ്ങളാലും പിന്നെ നേരത്തെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നല്ല ക്ഷീണിതനായിരുന്നു അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ. പക്ഷേ നമ്മളൊരു വിദഗ്ധ സമിതി തന്നെ ഇടപെട്ടുകൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നീട് അദ്ദേഹം ബെറ്ററായി. 3 തവണ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് പരിശോധിച്ചു. നെഗറ്റീവാണെന്ന് ഉറപ്പാക്കി. അദ്ദേഹം കോവിഡ് നെഗറ്റീവായിട്ട് മാറി. അടുത്തിടെ ബീരാൻകുട്ടിക്ക് നടത്തിയ 3 കോവിഡ് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായിരുന്നു. മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നതാണ് ബീരാൻകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചതെന്നും കോവിഡ് ഭേദമായതിനാൽ സംസ്കാരത്തിന് പ്രോട്ടോകോൾ പാലിക്കേണ്ടതില്ലെന്നും കെ ശൈലജ പറഞ്ഞു. എന്നാൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചായിരിക്കണം സംസ്കാരം നടത്തേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. എറണാകുളം മെഡിക്കൽ കോളേജിലെ COVID-19 ടെസ്റ്റ് ലാബിന് ICMR-ന്റെ അംഗീകാരം ലഭിച്ചു. ഇതുവരെ സാമ്പിളുകൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തേക്കുമാണ് എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് അയച്ചിരുന്നത്. ലാബിന് ICMR-ന്റെ അംഗീകാരം ലഭിച്ചതോടെ കോവിഡ് പ്രതിരോധത്തിന് സമ്പൂർണ്ണമായി എറണാകുളം മെഡിക്കൽ കോളേജ് സജ്ജമായി. കോവിഡ് രോഗവ്യാപനത്തിന്റെ തോതനുസരിച്ച് സംസ്ഥാനത്തെ 4 മേഖലകളാക്കി തിരിച്ച് സംസ്ഥാന ഗവൺമെന്റ് പുതിയ മാർഗരേഖ പുറത്തിറക്കി. രോഗബാധിതർ കൂടുതലായുള്ള കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ റെഡ് സോണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ മെയ് 3 വരെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. പത്തനംതിട്ട, എറണാകുളം, കൊല്ലം എന്നീ ജില്ലകളെ ഓറഞ്ച് A വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഏപ്രിൽ 24-ന് ശേഷം ലോക്ഡൌണിൽ ഭാഗിക ഇളവുകൾ നൽകും. ആലപ്പുഴ, തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളെ ഓറഞ്ച് B വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 20-ന് ശേഷം ലോക്ഡൌണിൽ ഈ ജില്ലകളിൽ ഭാഗിക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഗ്രീൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഈ മാസം 20-ന് ശേഷം ലോക്ഡൌണിൽ ഇളവുകൾ നൽകും. ഹോട്ട്സ്പോട്ടുകളിലും രോഗം കൂടുതൽ ബാധിച്ച ജില്ലകളിലും പൂർണ്ണ പ്രതിരോധം ഒരുക്കുന്നതിനോടൊപ്പം ഈ മേഖലകളിൽ കടുത്ത നിയന്ത്രണവും ഉണ്ടാകും.
അതിർത്തികളിൽ നിയന്ത്രണം തുടരും. അടിയന്തര പ്രാധാന്യമുള്ള യാത്രകൾ, ചരക്ക് നീക്കം എന്നിവ മാത്രം അതിർത്തികളിൽ അനുവദിക്കും. വിമാനയാത്രകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങൾക്കല്ലാതെയുള്ള ട്രെയിൻ യാത്രകളും അനുവദിക്കില്ല. മെട്രോ റെയിൽ സർവീസ്, ജില്ലകൾക്കിടയിലുള്ള പൊതുഗതാഗതം എന്നിവയും ഉണ്ടായിരിക്കില്ല. സംസ്ഥാന ജില്ലാന്തര യാത്രകളും അനുവദിക്കില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ അടക്കമുള്ളവ അടുത്ത മാസം 3 വരെ പ്രവർത്തനം നിർത്തിവെക്കും. സാമൂഹിക, രാഷ്ട്രീയ, കായിക, വിനോദ, പഠന, സാംസ്കാരിക, മതചടങ്ങുകളും ജനങ്ങൾ ഒത്തുചേരുന്ന മറ്റു പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകളിൽ 20-ലധികം പേർ ഉണ്ടാകാൻ പാടില്ല. റെഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ട ജില്ലകൾ, ഹോട്ട്സ്പോട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് 2 എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടാകും. ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കും. കാർഷിക പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. തോട്ടം മേഖലയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഒരു സംഘത്തിൽ 5 പേരെ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി അനുവദിക്കും. സ്വകാര്യ വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട നമ്പർ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റ നമ്പർ വാഹനങ്ങൾക്കും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇരട്ട നമ്പർ വാഹനങ്ങൾക്കും നിരത്തിലിറങ്ങാം. അടിയന്തര സേവന വിഭാഗത്തിലെ വാഹനങ്ങളെ ഈ ക്രമീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം വനിതകൾ ഓടിക്കുന്ന വാഹനങ്ങൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. 4 ചക്ര വാഹനങ്ങളിൽ ഡ്രൈവറെ കൂടാതെ 2 പേർക്ക് കൂടി യാത്ര ചെയ്യാം. ഇരുചക്ര വാഹനങ്ങളിൽ കുടുംബാംഗമാണെങ്കിൽ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കും. യാത്രക്കാർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. നിയന്ത്രണങ്ങൾ ഒഴിവാകുന്ന സ്ഥലങ്ങളിൽ കർശന വ്യവസ്ഥകൾക്ക് വിധേയമായി ബസ് യാത്ര അനുവദിക്കും. എല്ലാ യാത്രക്കാർക്കും ഹാൻഡ് സാനിറ്റൈസർ നൽകണം. ഇളവുകളുള്ള ജില്ലകളിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ മാത്രമേ യാത്ര അനുവദിക്കൂ. ബസ്സുകളിൽ 3 പേരുടെ സീറ്റുകളിൽ നടുവിലെ സീറ്റ് ഒഴിച്ചിടണം. 2 പേരുടെ സീറ്റിൽ ഒരാളെ മാത്രമേ അനുവദിക്കൂ. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും. ആരോഗ്യം, പോലീസ്, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണം, ജയിൽ, ലീഗൽ മെട്രോളജി, നഗരസഭ, പഞ്ചായത്ത് എന്നിവ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. മറ്റ് ഗവൺമെന്റ് കാര്യാലയങ്ങൾ അത്യാവശ്യ ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയാകും ഓഫീസുകൾ പ്രവർത്തിക്കുക എന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കോവിഡ് പ്രതിരോധത്തിനായുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈറസ് വ്യാപനം ഉയർത്തുന്ന വെല്ലുവിളി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയും ഫോണിലൂടെ ചർച്ച നടത്തി. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധി കുറയ്ക്കുന്നതിനും സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മരുന്നുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബസ് സർവീസ് നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ ടി ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. ലോക്ഡൌൺ ഇളവുകളോടനുബന്ധിച്ച് നിയന്ത്രണങ്ങളോടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താം എന്ന സർക്കാർ ഉത്തരവ് ഒരു സീറ്റിൽ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. കാരണം ഇതിന്റെ ചെലവിന് ആനുപാതികമായി വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതിൽ ഡീസൽ അടിക്കുന്നതിനോ ഇതിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിനോ പണം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ ബസ്സുകൾ ഓടിക്കാൻ കഴിയില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വന്നാൽ തൊഴിലാളികൾ ജോലിക്ക് വരില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെ 46 സീറ്റും 40 സീറ്റും 36 സീറ്റുമുള്ള ബസ്സുകളിൽ 10ഉം 15ഉം 20ഉം ആളുകളെയും വെച്ചും കൊണ്ട് മാത്രം യാത്ര ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്വകാര്യ ബസ്സുകൾ ഫുൾ യാത്രക്കാരെ 46 സീറ്റിംഗും 11 സ്റ്റാൻഡിംഗും വെച്ച് ഓടിയിട്ടും ബസ്സുകൾ മുതലാവാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും കുറഞ്ഞ ആളുകൾ വെച്ച് ബസ്സുകൾ ഓടിക്കണമെന്ന് സർക്കാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഡീസൽ അടിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള സബ്സിഡികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാവണം. രാജ്യത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 480 ആയി. 1992 പേർ രോഗമുക്തരായി. രാജ്യത്ത് 14,378 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 201 പേർ മരിച്ച മഹാരാഷ്ട്രയിലാണ് രോഗവ്യാപനം രൂക്ഷമായിട്ടുള്ളത്. ഇവിടെ 3,323 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മധ്യപ്രദേശിൽ 69 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഇവിടെ 1,310 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ 1,707 പേർക്കാണ് രോഗം ബാധിച്ചത്. മരണസംഖ്യ 42 ആയി. ഗുജറാത്തിൽ 41 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മുംബൈയിൽ 20ഓളം നാവിക ഉദ്യോഗസ്ഥർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. നാവികസേനയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ കോവിഡ് പോസിറ്റീവ് കേസാണിത്. വൈറസ് ബാധ സ്ഥിരീകരിച്ച എല്ലാ നാവികരും മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. INS ആഗ്രയിലാണ് ഇവർ താമസിച്ചിരുന്നത്. നാവികർക്ക് വൈറസ് ബാധിച്ചതെങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല. ഇവരുമായി ഇടപഴകിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ മുംബൈയിൽ 48 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ്-19 സ്ഥിരീകരിച്ചു.
മറ്റു രോഗങ്ങളുള്ളവർക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും നൽകാൻ ന്യൂഡൽഹിയിലെ ആശുപത്രികൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ, ആരോഗ്യമന്ത്രി, വിവിധ ആശുപത്രികളിലെ മെഡിക്കൽ സൂപ്രണ്ടുമാർ എന്നിവരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഗുരുതര രോഗങ്ങളുള്ളവർക്ക് ആശുപത്രികളിൽ ചികിത്സ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വേണ്ടത്ര ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടത്. वो तो टेलीफोन से नहीं हो पाएगा, इसलिए किसी को भी किसी भी मरीज को वंचित करने का इलाज से अधिकार नहीं है. ये सारे मेडिकल सुपरिटेंडेंट्स को हमने बताया है और अगर आगे से इस प्रकार की कोई भी हम लोगों को शिकायतें मिलती हैं तो उसके लिए फिर एक अकाउंटेबिलिटी सिस्टम के अंदर फिक्स की जाएगी और जो लोग इस जिम्मेदारी में कोताही करेंगे उनके खिलाफ जो है फिर सरकार को थोड़ा सख्ती का रुख अपनाना पड़ेगा. ന്യൂഡൽഹിയിലെ പ്രത്യേക കോവിഡ് ആശുപത്രികൾ ഒഴികെ മറ്റെല്ലാ ആശുപത്രികളും സാധാരണ രോഗികൾക്കും തീവ്രപരിചരണം ആവശ്യമുള്ള രോഗികൾക്കും ചികിത്സ നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോവിഡ്-19 വ്യാപനം തടയാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുന്നതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. കോവിഡ്-19നെതിരെ ജനങ്ങൾക്ക് പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതിന് ആരോഗ്യസേതു ആപ്പ് ഏറെ പ്രയോജനകരമാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവർക്ക് മിസ് കോളിലൂടെ കോവിഡ്-19നെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. आरोग्य सेतु IVRS, मान लीजिए ये तो आरोग्य सेतु स्मार्टफोन में आएगा, जिनका फीचर फोन है उनके लिए क्या करेंगे? तो वो मिस्ड कॉल देंगे तो सिस्टम रिस्पॉन्ड करेगा. यही सारी चीजें तमिलनाडु के साथ IIT मद्रास के साथ मिलकर तैयार हो गया है और उसको हम लोग बाकी जगह कर रहे हैं. जियो फेंसिंग हमारे विभाग ने, DOT ने, संचार विभाग ने, व्हाट इज जियो फेंसिंग? अब बहुत से लोगों को आइसोलेट किया गया है. എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കൊറോണ വൈറസ് വ്യാപനത്തിന് കാരണമാകുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് PIB ഫാക്ട് ചെക്ക്. മുറിയിലെ ചൂട് എസിയുടെ ഉപയോഗത്തിലൂടെ കുറയുന്നതിനാൽ വൈറസ് വ്യാപനം വർദ്ധിക്കുമെന്ന തരത്തിലാണ് തെറ്റായ പ്രചാരണം നടക്കുന്നത്. DD ന്യൂസിൽ സംപ്രേഷണം ചെയ്ത ഡോക്ടർ സ്പീക്ക് എന്ന പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നടത്തിയ പരാമർശത്തിന്റെ ദൃശ്യങ്ങളാണ് PIB ഫാക്ട് ചെക്കിന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. तो वहाँ पे प्रॉब्लम हो सकती है एसी चलाने में, लेकिन विंडो एसी घर में चलाने में बिल्कुल कोई प्रॉब्लम नहीं है. और जहाँ तक बात ये है कि भाई गर्मी से कोरोना वायरस मर जाएगा, अभी हमको इसकी जानकारी नहीं है. ये होप है हमारी कि गर्मी से शायद कम हो जाए, शायद मल्टीप्लिकेशन कम हो जाए, लेकिन अभी इसकी हमको पूरी जानकारी नहीं है. എന്നാൽ കേന്ദ്രീകൃത ശീതീകരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈറസ് ബാധയുണ്ടെങ്കിൽ അത് പടരാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ അപർണ അഗർവാൾ അഭിപ്രായപ്പെട്ടു. വിൻഡോ എസി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്നും അവർ പറഞ്ഞു. വ്യാജ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ pibfactcheck@gmail.com എന്ന ഇമെയിലിൽ വിവരം അറിയിക്കാവുന്നതാണ്. കോവിഡ്-19നുമായി ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കർഷകരെയും വ്യാപാരികളെയും ലക്ഷ്യമിട്ടുള്ള കിസാൻ രഥ് എന്ന മൊബൈൽ ആപ്പ് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. കൃഷിയിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് സംസ്ഥാനത്തിനകത്തുള്ള വിപണികൾ, സംഭരണ കേന്ദ്രങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, മൊത്തക്കച്ചവടക്കാർ എന്നിവിടങ്ങളിലേക്ക് എത്തിക്കാൻ ചരക്ക് വാഹന സൌകര്യം ലഭ്യമാക്കുകയാണ് മൊബൈൽ ആപ്പിന്റെ ലക്ഷ്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങളുണ്ടായ മഹാരാഷ്ട്രയിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മുതൽ ഭാഗികമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഉത്തരവ് നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരും. ബീഹാറിൽ ഗവൺമെന്റ് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരണമായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും. നിയന്ത്രണ പ്രദേശമായ ലഡാക്കിൽ അവശ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭരണകൂടം പാസുകൾ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. ലോക്ഡൌണിന്റെ രണ്ടാം ഘട്ടത്തിൽ രോഗികൾക്കും അവശ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുമാണ് പാസുകൾ ലഭ്യമാക്കുക. കോവിഡ് രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉക്രൈനിൽ അകപ്പെട്ടുപോയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹിമാചൽ പ്രദേശ് ഗവർണർ ബന്ദാരു ദത്താത്രേയ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജയറാം താക്കൂർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തു നൽകി. ഈ മാസം 24 വരെയാണ് ഉക്രൈനിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഡോക്ടർ പീയൂഷ് ജെയിൻ, ഡോക്ടർ ധരം എസ് മീണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ചെന്നൈയിലെത്തി. ആരോഗ്യമന്ത്രി, ആരോഗ്യ സെക്രട്ടറി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
ഇന്ന് ലോക പൈതൃക ദിനം. ലോക പൈതൃക ദിനമായി ആചരിക്കാൻ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സിന്റെ നിർദ്ദേശം 1983 യുനെസ്കോ ജനറൽ അസംബ്ലി അംഗീകരിച്ചത്. 1983 മുതലാണ് യുനെസ്കോ ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായി ആചരിച്ചു പോരുന്നത്. ഉദാത്തമായ സംസ്കൃതികൾ പേറുന്ന പാരമ്പര്യ ഇടങ്ങളെയും സംസ്കാരങ്ങളെയും കാലാതിവർത്തിയായി സൂക്ഷിക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1052 പൈതൃക ഇടങ്ങൾ യുനെസ്കോയുടെ പട്ടികയിലുണ്ട്. ഇതിൽ 814 സാംസ്കാരിക പൈതൃക ഇടങ്ങളും 213 പ്രകൃതിദത്ത ഇടങ്ങളുമാണ്. ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈതൃക ഇടങ്ങൾ പട്ടികയിലുള്ളത്, 51. ഭാരതത്തിലെ 35 ഇടങ്ങളാണ് ലോക പൈതൃക ശ്രേണിയിൽ ഇടം നേടിയിട്ടുള്ളത്. ഋഗ്വേദ പുരാണ ലിഖിതങ്ങൾ, അജന്ത എല്ലോറ ഗുഹകൾ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം, താജ്മഹൽ, പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങിയവയെല്ലാം ഭാരതത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മാനവ സംസ്കൃതിയോളം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാൻ പോന്ന ഇത്തരം സാംസ്കാരിക തനിമകളെ കാത്തുസൂക്ഷിക്കാൻ സമൂഹം എക്കാലവും പ്രതിജ്ഞാബദ്ധമാണ്. അതുതന്നെയാണ് ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നതും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ തിളക്കമാർന്ന കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അറിയുന്നതിന് സഹായിക്കുന്ന നമ്മുടെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും സ്മാരകങ്ങളെയും സംരക്ഷിക്കാനും കാത്തുസൂക്ഷിക്കുവാനും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ട്വിറ്ററിൽ ആഹ്വാനം ചെയ്തു. ഈ ലോക്ഡൌൺ കാലത്ത് രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ സമയം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ തിരികെ എത്തുന്ന പ്രവാസികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ സൌകര്യങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതു സംബന്ധിച്ച തയ്യാറെടുപ്പുകൾക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം രൂപം നൽകി. കോവിഡ്-19 വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെ പരിശോധിക്കുവാനും ക്വാറന്റൈൻ ചെയ്യാനുമുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ തീരുമാനിച്ചു. വയോജനങ്ങൾ, വിസിറ്റിംഗ് വിസയിൽ പോയി മടങ്ങുന്നവർ, ഗർഭിണികൾ, കുട്ടികൾ, കോവിഡ് അല്ലാത്ത ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർക്ക് പ്രഥമ പരിഗണന നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന പ്രവാസികൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സൌജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേക ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റാമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. അത്തരത്തിൽ പ്രത്യേക ദിവസങ്ങൾ ക്രമീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. വ്യാജമായി പ്രചരിക്കുന്ന തീയതികൾ കണ്ട് ആരും റേഷൻ കടകളിൽ പോകരുതെന്നും ശരിയായ വിവരങ്ങൾ ഗവൺമെന്റ് യഥാസമയം അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സ്വന്തം റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത കടയിൽ നിന്നും കിറ്റ് വാങ്ങാൻ സാധിക്കാത്തവർ വാർഡ് മെമ്പറോ കൌൺസിലറോ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം ഇപ്പോഴത്തെ താമസ സ്ഥലത്തിന് സമീപമുള്ള റേഷൻ കടയിൽ ഈ മാസം 21 മുൻപായി സമർപ്പിക്കേണ്ടതാണെന്നും മന്ത്രിയുടെ അറിയിപ്പിൽ പറയുന്നു. കെ എം ഷാജി എംഎൽഎക്കെതിരായ പരാതിയിൽ നിയമപരമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കെ എം ഷാജിയുടെ നിലപാട് അപക്വമാണെന്നും കേസിന്റെ നിയമസാധ്യത സ്പീക്കർ പരിശോധിക്കാറില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഇത്തരം ആരോപണങ്ങളൊക്കെ ഒരു തരത്തിൽ വളരെ ബാലിശവും അപക്വവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ നിർഭാഗ്യകരമാണ്. കാരണം ഈ രാഷ്ട്രീയമായ പ്രസ്താവനകൾക്കോ വിവാദങ്ങൾക്കോ പരിമിതിയുള്ളൊരു പദവിയിലുള്ള ആളെക്കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ വലിച്ചഴക്കുന്നത് യഥാർത്ഥത്തിൽ നിരായുധനായ ഒരാളോട് വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ആ പരിമിതി ഒരു ദൗർബല്യമായിട്ട് കാണരുത്. ഒരു തരത്തിലും യുക്തിയില്ലാത്ത യുക്തിരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ആര് സ്പീക്കറാണെങ്കിലും അത് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിലുള്ള ഈ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കുന്ന രീതി ഒട്ടും ആശാസ്യമല്ല, തരത്തിൽ സഭയോടുള്ള അവഹേളനമാണ്. ഇവിടെ ഈ കേസിൻ്റെ ഒരു കൺക്ലൂഷനെക്കുറിച്ചോ കേസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിക്രമങ്ങളെക്കുറിച്ചോ അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ ഡിമെറിറ്റിനെക്കുറിച്ചോ ഒന്നും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമോ ബാധ്യതയോ സ്പീക്കർക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ അല്ലാതെ സ്പ്രിംഗ്ലർ ഇടപാട് നടക്കില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ IT സെക്രട്ടറിയെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഫ്റ്റർ ഓൾ ഹു ഈസ് IT സെക്രട്ടറി? ആ IT വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് IT സെക്രട്ടറിയേക്കാളൊക്കെ തന്നെ ഉപരിയായി നിൽക്കുന്നത്. അദ്ദേഹത്തിന് സമ്മതമില്ലാതെ ഈ ഇടപാട് നടക്കില്ല. പിന്നെ ഇന്ന് IT സെക്രട്ടറി മലയാള മനോരമയിൽ തന്നെ എഡിറ്റോറിയൽ പേജിൽ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം നിങ്ങളുടെ ആവർത്തി അത് വായിക്കണം, വരികൾക്കിടയോടെ വായിക്കണം. അദ്ദേഹം വീണ്ടെടുത്ത് ഉരുളുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഇടപാട് അടിമൊഴി ക്രമക്കേടുള്ള എന്ന കാര്യം പരസ്യമായി അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു.
കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ചെലവ് കുറഞ്ഞ ഉപകരണം വികസിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ICMR അംഗീകാരം ലഭിച്ചതോടെ വ്യാവസായികാടിസ്ഥാനത്തിൽ ജീൻ ലാംപ് എന്ന ഈ ഉപകരണം പുറത്തിറങ്ങുകയാണ്. കൊറോണയുടെ സാന്നിധ്യം അറിയാൻ നിലവിലുള്ള RT-PCR മെഷീനേക്കാൾ വേഗതയും കൃത്യതയും നൽകുന്ന പുതിയ മെഷീനാണ് ശ്രീചിത്ര വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ചിത്ര ജീൻ ലാമ്പ് എന്നറിയപ്പെടുന്ന ഈ മെഷീന്റെ വിവരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ക്ഷയരോഗാണുക്കളെ കണ്ടെത്തുവാനുള്ള പരീക്ഷണത്തിൽ നിന്നും ചെറിയ മാറ്റം വരുത്തിയാണ് ശ്രീചിത്ര ഈ ഗവേഷണ വിജയത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മെഷീൻ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചതോടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയായിരുന്നു. സാധാരണ പരീക്ഷണങ്ങളിൽ ആന്റിബോഡികളുടെ സാന്നിധ്യമാണ് അറിയുന്നതെങ്കിൽ ഇത് വൈറസുകളുടെ ജീൻ പരിശോധിച്ച് രോഗനിർണയം നടത്തുകയാണ്. എങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എടുക്കും, വൈറസ് നമുക്ക് ലാബിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വൈറസിൽ പല ജീനുകളുണ്ട്. അതിൽ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്, ആ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറഞ്ഞിട്ട് വൈറസ് എടുക്കുക, അത് നമ്മൾ മെഷീനിൽ സിന്തസൈസ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ലാബിൽ പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ലാബിൽ പ്രോട്ടോക്കോൾ വന്നപ്പോൾ വളരെ നന്നായിട്ട് ഡിറ്റക്ഷൻ കണ്ടു. അപ്പോഴാണ് പിന്നെ അതിന് വാലിഡേഷൻ, അതിനാണ് NIV ആലപ്പിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആലപ്പുഴയിൽ പോയി അവിടെ വെച്ച് വാലിഡേഷൻ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അവിടെ പേഷ്യൻ്റ് സാമ്പിൾസും കൂടി ചെയ്തപ്പോൾ നമുക്ക് ആ PCR ഇപ്പോഴത്തെ കറൻറ്റ് PCR ടെക്നിക്കുമായിട്ട് നമ്മൾ 100% മാച്ച് ചെയ്യുന്ന റിസൾട്ട് കാണുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ICMR ഇതിനൊരു പ്രോഗ്രാമായിട്ട് നാഷണൽ പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകുന്നത്. അതിവേഗവും കൃത്യതയും മാത്രമല്ല 1000 രൂപയ്ക്ക് താഴെ ഒരു ടെസ്റ്റ് ഇതുവഴി നടത്താനാകും. അവർ വെയിറ്റ് ചെയ്യാണ് ഈ 96 സാമ്പിൾ കിട്ടാൻ വേണ്ടി. അത് രാവിലെ വരുമ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് സാമ്പിൾ വരികയും അപ്പോൾ പിന്നെ ഒരു ഡിലേ വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് ആകെ 10 മിനിറ്റാണ് റീഡിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ഹോൾഡ് ചെയ്യുന്നില്ല ഒന്നിനെ. അപ്പോൾ നമുക്ക് മെഷീൻസ് സാമ്പിൾ വരുന്നതനുസരിച്ച് സാമ്പിൾ പ്രോസസ്സ് ചെയ്ത് പോകാം. നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് സാമ്പിൾ കിട്ടി 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് റിസൾട്ട് പറയാവുന്ന ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പരീക്ഷണ വിജയം അറിഞ്ഞതു മുതൽ നിരവധി സ്ഥാപനങ്ങളാണ് നിർമ്മാണ കരാറിനായി ശ്രീചിത്രയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ICMRന്റെ അംഗീകാരം കൂടി ലഭിക്കുകയാണ് ഈ കണ്ടുപിടുത്തത്തിന്. അതോടുകൂടി ജീൻ ലാമ്പ് എന്ന ഈ മെഷീൻ കോവിഡ് പരിശോധന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്. COVID-19-നെതിരെ പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏറെ ശ്രദ്ധേയമാവുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്കെല്ലാം ഇതിന്റെ ഗുണഫലം ലഭിക്കും. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് COVID-19. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഈ രോഗത്തെ തുടച്ചു നീക്കാനുള്ള കർശന നടപടികളാണ് നമ്മുടെ രാജ്യം കൈക്കൊണ്ടിട്ടുള്ളത്. രോഗം ബാധിച്ചവരെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഇതിലേറെ ശ്രദ്ധേയമാണ്. നമ്മളെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു ആത്മവിശ്വാസം തരുന്നതാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെല്ലാം ഈ പദ്ധതിക്ക് കീഴിൽ വരും. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നത്. എല്ലാവരും ഒറ്റ ടീമായിട്ട് തന്നെ ഞങ്ങൾ പൊരുതി എന്ന് തന്നെ പറയാം. അതിനിടയിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു 50 ലക്ഷത്തിന്റെ പദ്ധതി അത് ഞങ്ങൾ വായിച്ചിട്ടാണ് ഇവിടെ കയറിയത്. അതെന്തായാലും ഞങ്ങൾക്കൊരു പ്രചോദനം നൽകുന്നതായിരിക്കും. സേവനരംഗത്ത് നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിച്ചതിന്റെ അനുഭവമാണ് ഓരോ ആരോഗ്യ പ്രവർത്തകർക്കുമുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയെ ഇവർ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു 14 ദിവസം അവിടെ നിന്നു. പേഷ്യൻസിന്റെ ഇടയിൽ തന്നെ നമുക്ക് പല വിധത്തിലും പ്രശംസകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 12 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 11 ആൾക്കാരെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഭേദമായിട്ട് പോകുന്നതായിട്ട് കാണാൻ ഞങ്ങൾ കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ചേർന്നുള്ള വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു നല്ല രീതിയിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. സ്വജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് കർമ്മനിരതരാവുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ഇൻഷുറൻസ് പദ്ധതി ഏറെ ആശ്വാസകരമാണ്. ഒപ്പം ഏത് സാഹചര്യവും നേരിടാനുള്ള ധൈര്യവും ഇവർക്ക് പ്രദാനം ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KV ശശിധരൻ, ദൂരദർശൻ ന്യൂസ്. COVID-19 കാലത്ത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാവുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വല പദ്ധതിയായിട്ട് 784 റുപ്യ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട്
ഈ സമയത്ത് അത് കിട്ടിയത് കൊണ്ട് എനിക്ക് അത്രയും ഉപകാരപ്രദമാണ്. ഞാൻ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിപ്പം തൊഴിലുറപ്പിന് പോകാറില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ആയതുകൊണ്ട് നേരിട്ട് അക്കൗണ്ടിൽ വരുന്നത് കൊണ്ട് എനിക്ക് വളരെ ഉപകാരമായിരിക്കുന്നു. കോവിഡ് കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പൌടിക്കോണം പ്രദേശത്ത് ഒട്ടേറെ സഹായങ്ങളാണ് സേവാഭാരതി ജനങ്ങളിലെത്തിക്കുന്നത്. ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാരിലെത്തിക്കാൻ നിരവധി പേരാണ് യത്നിക്കുന്നത്. സാധനങ്ങൾ തരംതിരിച്ച് കിറ്റുകളാക്കിയാണ് വിതരണം. സൌജന്യ ഭക്ഷണ കിറ്റിന് പുറമെ മരുന്നുകൾ, രോഗികൾക്ക് ആവശ്യമായ അവശ്യ സേവനങ്ങൾ തുടങ്ങിയവയും നൽകി വരുന്നതായി സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് ബാലചന്ദ്രൻ മേപ്രാം പറഞ്ഞു. അതെ, 100ഓളം വീടുകൾ, 100ലധികം വീടുകൾ കൊടുക്കുന്നുണ്ട്. ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇതിന്റെ മാസ്ക് ധരിക്കേണ്ട, ഈ ദൂരം പാലിക്കേണ്ട അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പിന്നെ മാസ്ക് വിതരണം ചെയ്യുന്നുണ്ട്. അണുനാശിന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട്, ഇപ്പം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ അത്യാവശ്യം വേണ്ടുന്ന എന്ത് കാര്യമാണോ നമ്മളെ സമീപിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,54,266 രോഗബാധിതരുടെ എണ്ണം 22.5 ലക്ഷം കടന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ മരണമടഞ്ഞത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ മാത്രം 37,158 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 7,10,021 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇറ്റലിയിൽ 22,745 പേരാണ് മരിച്ചത്. 1,72,434 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. സ്പെയിനിൽ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 20,000 കടന്നു. ഫ്രാൻസിൽ 18,681 പേരും യുകെയിൽ 14,576 പേരുമാണ് മരിച്ചത്. 5,71,147 പേർ രോഗവിമുക്തരായി. 1930-ലെ സാമ്പത്തിക മാന്ദ്യത്തിനു ശേഷം ലോകം ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളിയെ അഭിമുഖീകരിക്കാൻ പോകുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. വരുമാനം കുറഞ്ഞ രാജ്യങ്ങളെ മാത്രമല്ല, വൻ സാമ്പത്തിക ശക്തികളെയും അടക്കം പ്രതിസന്ധിയിലാക്കാൻ കോവിഡ്-19 വ്യാപനം ഇടയാക്കും. ലോകത്തെ 75% ജനസംഖ്യ ഉൾക്കൊള്ളുന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾ വൻ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് നീങ്ങുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി $38 ദശലക്ഷം പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറത്ത് കോവിഡ് ഭേദമായി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾ മരിച്ചു. മറ്റു രോഗങ്ങളാണ് മരണകാരണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് രോഗവ്യാപന തോതനുസരിച്ച് കേരളത്തെ 4 മേഖലകളാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ മാർഗരേഖ. റെഡ് സോൺ ജില്ലകളിൽ മെയ് 3 വരെ കർശന നിയന്ത്രണങ്ങൾ തുടരും. കോവിഡ് പ്രതിരോധത്തിനുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. അവശ്യവസ്തുക്കൾ എത്തിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 480 മറ്റു രോഗികൾക്കും വേണ്ടത്ര ശ്രദ്ധ നൽകണമെന്ന് ആശുപത്രികൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലോകം നേരിടാൻ പോകുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ. കോവിഡ് പ്രതിരോധത്തിന് $38 ദശലക്ഷം പാക്കേജ് നടപ്പിലാക്കുമെന്ന് ആന്റോണിയോ ഗുട്ടറസ്. ലോകത്താകമാനം കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. 22.5 ലക്ഷത്തിലധികം രോഗബാധിതർ. ഏറ്റവും കൂടുതൽ മരണം US-ൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. നമസ്കാരം.